ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഞാണ്ടൂർക്കോണം എന്ന സ്ഥലത്താണ്. IQ ആർക്കിടെക്ചർ ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ഏറ്റവും പുതുതായിട്ട് പണി കഴിപ്പിച്ച കണ്ടില്ലേ ബൈജു ചേട്ടന്റെയും അപർണയുടെയും തണൽ എന്ന സ്വപ്ന ഭവനത്തിന്റെ മുന്നിലാണ്. ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ എലമെന്റ്സ് ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് അകത്ത് കയറി വിശേഷങ്ങളൊക്കെ കാണാം. കൂടാതെ നമുക്ക് ബൈജു ചേട്ടനെയും അപർണയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ബൈജു ചേട്ടാ, അപർണ, ഇതാണ് നിങ്ങളുടെ ഡ്രീം ഹോം അല്ലേ? ഹോം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പതുക്കെ ലിവിംഗ് റൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള ലിവിംഗ് റൂം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ഈ ഒരു TV സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബൈജു ചേട്ടാ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ഇതിന്റെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞു തന്നെയാണ്. അതായത് നമ്മൾ വരുമ്പോ തന്നെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ നമ്മളത് കുറച്ച് നല്ലപോലെ വൃത്തിക്ക് ചെയ്യണമെന്ന് നമ്മൾ ശരിക്കും IQ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിലേക്ക് ആദ്യം ലിവിംഗ് റൂം ആണല്ലോ ആദ്യം. അപ്പം അതിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടീഷനും പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അപർണയ്ക്ക് കിച്ചണിൽ നിന്നും TV കാണാനുള്ള ഒരു സൗകര്യത്തിലാണ് ബൈജു ചേട്ടൻ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് ഒരു അപർണയുടെ വീട് പഠിക്കാൻ മുന്നേ ഉള്ള ഒരു ഐഡിയ തന്നെയായിരുന്നു. നമ്മൾ രണ്ടുപേരും ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 7 മണിയാകുമ്പോൾ വരുമ്പോ പിന്നെ വന്നിട്ടുള്ള മിക്ക സമയം നമ്മുടെ കിച്ചണിലായിരിക്കും. അപ്പൊ ഇതങ്ങോട്ട് കാണാനുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കണ്ട് അടിച്ചു പൊളിക്കാന്നുള്ളത്. മോൾക്കായാലും നമുക്കൊരു നോട്ടം കിട്ടൂല അങ്ങോട്ടേക്ക്. അതുകൊണ്ട് നമ്മള് ഈ അപ്രോച്ച് ആയിട്ട് ചെന്നപ്പോ തന്നെ പറഞ്ഞായിരുന്നു TV റൊട്ടേഷൻ ആയിരിക്കണം. പ്രയർ യൂണിറ്റും നമ്മൾ ഭയങ്കര ഒരു സിമ്പിൾ പക്ഷേ കാണാൻ നല്ല ലുക്ക് വേണം എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആള് തന്നെ ഒരു 2-3 ഡിസൈൻസ് ഒക്കെ നമുക്ക് തന്നെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. യൂഷ്വലി നമ്മൾ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് കാണും. മുറിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ പ്രയർ ഏരിയ ഒരു അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് കൂടാതെ ചെറിയ ചെറിയ ഷെൽഫിൽ ഓരോ ഷോപ്പീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബുദ്ധന്റെ പ്രതിഭയാണ്. അതും ഇങ്ങനെ കംപ്ലീറ്റ്ലി എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് അല്ലെ. ഭയങ്കര രസമുണ്ട് ഈ വാട്ടർഫോളും കാര്യങ്ങളും. അപർണയുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു. ശരിക്കും പറഞ്ഞാല് ഈ ഒരു പാർട്ടീഷനും TV പാർട്ടീഷനും ഈ ഒരു ബുദ്ധനും നമ്മുടെ വീട് പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന പ്ലാനാണ്. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു കോർട്ട്യാർഡ് സെറ്റപ്പ് ചെയ്ത് ബുദ്ധനെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. വീട് പണി തുടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഐഡിയാസ് ഒക്കെ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മുടെ IQ ആർക്കിടെക്ട് ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആയിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവരാണ് ശരിക്കും പറഞ്ഞ കോർട്ട്യാർഡും ബുദ്ധനും അവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള പൊസിഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട്. ആവശ്യം പറഞ്ഞു, അത് അവരവിടെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു TV ഏരിയ ആൻഡ് ഓൾസോ ഈ ഒരു ബുദ്ധന്റെ ഏരിയ ആണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ പൂജ ഏരിയ, അത് ഒരു പ്രത്യേക ഭംഗി തന്നെ ലിവിംഗ് റൂമിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയാലോ? യെസ്, അങ്ങനെ നമ്മളിതാ അപർണയുടെ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കിച്ചൺ, ഇവിടെ ഡൈനിങ്. അപർണയുടെ മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണല്ലോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ ഒരുമിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ബട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ, ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു ഡൈനിങ് ഏരിയ. ആൻഡ് ഓൾസോ നേരത്തെ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ കിച്ചണിൽ നിൽക്കുമ്പോൾ പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ കിച്ചണിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോയി എന്നൊരു തോന്നൽ വരുന്നത്. അപ്പൊ ആ തോന്നലൊക്കെ മാറി എങ്ങനെ കിച്ചണിൽ നിന്ന് നമുക്ക് ഈ ഒരു എൻട്രൻസിൽ തന്നെ വ്യൂ കിട്ടുന്നുണ്ട് അല്ലേ? വ്യൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഗസ്റ്റ് ഒക്കെ വന്നാലും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു കണ്ണെപ്പോഴും പുറത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ഫുഡൊക്കെ എടുത്ത് വെക്കാൻ അങ്ങനെ ഒരു ഐ കോൺടാക്ടും കാര്യങ്ങളൊക്കെ. അതെ അതെ, നിന്നാണ് കഴിക്കുന്നത്. അകത്തുനിന്ന് ഫുഡ് കൊടുക്കുന്നു, ഇവിടെ നിന്ന് കഴിക്കുന്നു. ഓക്കെ, അത് നല്ലൊരു കൺസെപ്റ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ജോലി തിരക്കൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്ത് ഒരുമിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ ഡൈനിങ് ഏരിയയിൽ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ വാഷ് ഏരിയ കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 പേർക്ക് ഇരിക്കുന്ന രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത്.
നമുക്കിനി അപ്പോൾ കിച്ചണിലേക്ക് പോവാം. യെസ്, നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. വൺ ഓഫ് ദി മെയിൻ പാർട്ട്, എല്ലാം മെയിൻ പാർട്ടുകളാണ്. പിന്നെ നമ്മുടെ ഏറ്റവും നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്നാണെങ്കിൽ പറയാല്ലേ, ആയിരിക്കും. കിച്ചണും വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ള കളർസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ റെഫ്രിജറേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമുക്കിങ്ങനെ എനിക്ക് ഒരുപാട് വലിയ കിച്ചൺ ആവുന്നതിനേക്കാളും നമ്മുടെ കയ്യെത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു കിച്ചൺ എപ്പോഴും ബെസ്റ്റ് ആണ്. ഓൾസോ അപ്പുറത്തെ സ്റ്റോർ റൂം ആണ് അല്ലേ വരുന്നത്. ഡിസൈനിന്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കിച്ചൺ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം, ഒരു വർക്ക് ഏരിയയും മെയിൻ കിച്ചണും ആയിട്ട് തന്നെ വേണം. അപ്പം രണ്ടിടത്തും കുക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. മെയിൻ കിച്ചണിലായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കുറച്ചൊരു ഫിഷ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്റീരിയറിൽ നമ്മള് കോംപ്രമൈസ് ഈ കളേഴ്സ് ഒക്കെ നിങ്ങളുടെ സെലക്ഷൻ അധികം കളേഴ്സ് യൂസ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? വൈറ്റ് വീടിന്റെ പുറത്താണെങ്കിലും ഫുൾ വൈറ്റ് ഒരു അട്രാക്റ്റീവ് ഇന്റീരിയർ വേണ്ട സമയത്താണെങ്കിലും നമ്മൾ ഈ കളർ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപർണയുടെ ആണോ ഈ കളേഴ്സിന്റെ സെലക്ഷൻ? രണ്ടുപേരെയും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്ത് വീട് വെക്കുന്നതിന് മുന്നേ തന്നെ ഫുൾ പ്ലാനിങ് ഏത് കളർ വേണമെന്നൊക്കെ സൈതം പ്ലാനിങ് ചെയ്തിട്ട് നമ്മുടെ ഐക്യു ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് താഴെ എത്ര ബെഡ്റൂമാ വരുന്നത്? താഴെ ഒരു ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം. താഴെയാണ്. അപ്പൊ നമ്മള് ഇനിഷ്യലി തന്നെ ഒരു ബെഡ്റൂം താഴെ മതി എന്നൊരു പ്ലാനിലായിരുന്നു. പിന്നെ മുകളിൽ 2 ബെഡ്റൂം ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മള് പ്ലാനുകളൊക്കെ അയക്കുന്നോട് ഇങ്ങനെ പറഞ്ഞു നമ്മള് ഒരു ബെഡ്റൂം ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം വീട്ടില് ഇങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാര് വരാൻ സാധ്യതയില്ല. അച്ഛനും അമ്മയൊക്കെ ബ്രദറിന്റെ കൂടെയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരെണ്ണം ആവശ്യമുള്ളൂ. അങ്ങനെയാണ് പിന്നെ നമ്മള് താഴെ ഒരു ബെഡ്റൂമും പിന്നെ ബാക്കി പാഷിയോയും കോട്ടയാടൊക്കെ പിന്നെ അവരുടെ അഡീഷൻ ആണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്നോട് സജഷൻ ഐപ്പിന്റെ സൈഡിൽ നിന്ന് വന്നു. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. യെസ്, അപ്പൊ ഞാൻ നോട്ട് ചെയ്ത നേരത്തെ വേറൊരു സാധനം ഉണ്ട്. ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇതായിട്ടൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതെന്താണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭാഷയാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് ഇത് ഐക്യുവിന്റെ സൈഡിൽ നിന്ന് അവരൊരു ആഡ് ചെയ്ത് തന്ന ഒരു കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും ഒരു വേണമെങ്കിൽ ഈവനിങ് ഇവിടെ ഇരുന്ന് ഈ ഡോറൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നല്ല പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒരു ചെറിയ അതെ അതെ കുറച്ച് ഗ്രീൻ ഗ്ലാസ് ഒക്കെ ഫില്ല് ചെയ്ത് ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്ത് ഫാമിലി ആയിട്ട് വൈകിട്ട് ഒരു ചായ കുടിച്ചു. നല്ല എനിക്ക് ഈ പ്ലേസ് നല്ല രീതിയിൽ വെട്ടവും കാര്യങ്ങളൊക്കെ നാച്ചുറൽ ലൈറ്റ് ഒരുപാട് അകത്തേക്ക് കയറുന്നു. യെസ്, അപ്പൊ നമ്മൾ ഇതാ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ അല്ലേ? നല്ല എപ്പോഴും നല്ല ഒരു പ്രത്യേക ഒരു ആംബിയൻസ്, ഒരു നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അതെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ തന്നെ. നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ലൈറ്റും നാച്ചുറൽ ബ്രീസും കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം കാണാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാണ്. അപ്പൊ ചേട്ടാ അതാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കണ്ടാക്കാം. യെസ്, അങ്ങനെതാ നമ്മളിതാ മാസ്റ്റർ ബെഡ്റൂമിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര റോയൽ ലുക്കാണ്, എന്നാൽ നല്ല അഫോർഡബിൾ ആയിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ബൈച്ചേട്ടാ ഈ മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ച് ഞാൻ പെട്ടെന്ന് അട്രാക്ട് ചെയ്തതുകൊണ്ട് ഈ ഒരു സാധനമാണ് കേട്ടോ. എന്താണ് ഇതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? സ്പെഷ്യാലിറ്റി ആ ലോവർ പാനലിനെയാണ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞല്ലോ നമ്മള് കയറി വരുമ്പോഴേ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മള് ഇങ്ങനെ
ഒന്ന് രണ്ട് റെഫറൻസുകൾ കണ്ടിരുന്നു. അപ്പം ആ കണ്ടിട്ട് നമ്മൾ ഐക്യമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ അവര് വന്ന ഡൂവർമാനിലായിരിക്കും നല്ലത്. അവര് തന്നെ കുറെ ഡിസൈൻസ് നമുക്ക് അയച്ചു തന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് കണ്ടിട്ട് സെലക്ട് ചെയ്ത് അങ്ങനെ തന്നെ. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ വെക്കുന്ന കുറച്ച് ഹീറ്റ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തോ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ വരുമ്പോൾ. അത് വാം ലൈറ്റ് ഒക്കെ കിട്ടുമ്പോൾ ഒരു എന്താ ഒരു റോയൽ ലുക്ക് നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ പോയി സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഫീൽ ഉണ്ട്. അതെ, അത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിന് നമുക്ക് പെട്ടെന്ന് റിമൈൻഡ് ചെയ്യുന്ന രീതിയാണ്. കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കളർ നിങ്ങൾ ഫാൻ ആണെന്ന് തോന്നുന്നു അല്ലെ, നിങ്ങളുടെ കിച്ചണിലൊക്കെ എല്ലായിടും ഈ ഒരു കളർ മാക്സിമം വൈറ്റിന്റെ കൂടെ മാക്സിമം കൂടെ യൂഷ്വലി പറഞ്ഞ പോലെ നമ്മുടെ വൈറ്റ് ആൻഡ് ബ്ലൂ ആയിരുന്നു നമ്മുടെ ഒരു ടീം. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ റൂംസും ചെയ്യുന്നത്. കാര്യം ഇവിടെ കാര്യങ്ങളെല്ലാം വളരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ് ആണെങ്കിൽ പോലും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. ലൈറ്റ്സ് ആണെങ്കിലും ഒക്കെ വളരെ യുണീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെലക്ഷനില് അവരുടെ ആങ്ങളയുടെ ഒരു പങ്കും കൂടെ ഇലക്ട്രീഷ്യനാണ്. പുള്ളി അതുപോലത്തെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഒരു കണ്ടും കൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെഡ്റൂമിലേക്ക് നല്ല രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റ്സ് കയറുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ റൂംസിലും വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ വാഷ്റൂം കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ആഭരണ വാഷ്റൂം അതിന് സ്പെഷ്യാലിറ്റി ഉണ്ടോ? അപ്പൊ പറയും നമുക്കിവിടെ കോമൺ വാഷ്റൂം ഇല്ല. അപ്പൊ അവിടുന്ന് വരുന്ന ഒരാൾക്ക് നമ്മുടെ പ്രൈവസി ബെഡ്റൂമിലേക്ക് കയറാതെ തന്നെ ഇവിടുന്ന് തന്നെ വാഷ്റൂമിൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറി വരാണ്ട് ഒരു കോമൺ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. കാരണം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് വേറെ വാഷ്റൂം സെപ്പറേറ്റ് വെക്കേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സ്പേസ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞപ്പോ നമ്മുടെ ഡിസൈനിൽ ഇങ്ങനെ ഒരു പ്ലാന് വേണം. ശരിയാണ്, ഇതൊരു ഐഡിയ നല്ലതാണ്. കാര്യം യൂഷ്വലി നമുക്ക് ബെഡ്റൂമിന് അകത്തെ ഒരു സ്പേസിലായിരിക്കുമല്ലോ വാഷ്റൂം വരുന്നത്. നമുക്ക് വാഷ്റൂമിന്റെ ഡോർ ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് വാർഡ്രോബിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചെയ്യാൻ കൂടെ പറ്റിയിട്ടുണ്ട്. സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് അനൂപിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് കേട്ടോ. അത് 2-3 രീതിയിൽ അത് ചിന്തിച്ചു നമുക്ക് എത്ര സ്പേസ് ഉണ്ടെങ്കിലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അത് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ അതാണല്ലോ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് മുകളിൽ കണ്ടാലോ? അതിന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ബൈച്ചേട്ടാ പറഞ്ഞതോ, ഇതാണ് ഇവിടുത്തെ 2 റൂമിൽ 1 റൂം അല്ലേ? എല്ലാ റൂമിലും അങ്ങനെ തന്നെ. ഇത് ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള റൂം. പിന്നെ മോൾക്ക് കുറച്ചും കൂടെ ഒക്കെ വലുതൊക്കെ ആവുമ്പോ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. എക്സ്ട്രാ വരുന്നത് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള വാഷ്റൂമും താഴെ കൊടുത്തിട്ടുള്ള സെയിം ഐഡിയ അല്ലേ? ബെഡ്റൂമിലേക്ക് ആക്സസ് ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കോൺസെപ്റ്റ് ആട്ടോ. യൂഷ്വലി നമ്മളിപ്പോ നമുക്ക് തന്നെ പുറത്തുനിന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ബെഡ്റൂം കയറാണ്ട് വാഷ്റൂം മാത്രം യൂസ് ചെയ്യാനായിട്ട്. അതെ, എനിക്ക് കേറാണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അത് ബൈച്ചേന്റെ അപർണയുടെ അമ്മുകുട്ടിയുടെ റൂമാണ് കേട്ടോ. അപ്പൊ ആ ഒരു പിങ്ക് തീമിൽ തന്നെ വന്നപ്പോ എനിക്ക് കാര്യം പിടികിട്ടി. വളരെ ക്യൂട്ടായിട്ട് മനോഹരമായിട്ട് അമ്മുകുട്ടിക്ക് TV ഒക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മുകുട്ടിക്ക് TV എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ പിങ്ക് തീമിൽ ഇവിടെ ഒരു നമുക്കൊരു തീം മാറ്റി പിടിച്ചിട്ടുണ്ട് അല്ലേ? ഒരു പിങ്ക് തീം. ബേബി ഗേൾ ആയതുകൊണ്ട് സെറ്റ്. ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക്. അമ്മുകുട്ടി ഇട്ടേക്കുന്ന ഡ്രസ്സും പിങ്ക് അല്ലേ? അമ്മുകുട്ടിയുടെ റൂമാണോ ഇത്? അച്ഛനും അമ്മയും അമ്മുകുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് വന്ന റൂമാണോ? ചോയ്സ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട്. അമ്മുകുട്ടി ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അമ്മുകുട്ടിക്ക് സെപ്പറേറ്റ് വാർഡ്രോബ് കാര്യങ്ങള്. അതെ, മോക്ക് പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള റൂം. ഓൾസോ അമ്മുകുട്ടിക്ക് സ്പെഷ്യലി കാർട്ടൂൺ കാണാൻ TV എന്തൊക്കെയാ അല്ലേ? ആൻഡ് വാഷ്റൂം നമുക്ക് ഈ സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെ അല്ലേ? മോളുടെ റൂമും കൂടെ ആണ് കുറച്ചുകൂടെ സ്പെഷ്യലൈസ്. സെയിം തന്നെയാണ്.
ഇതാണ് അമ്മുക്കുട്ടിയുടെ റൂം. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തെങ്കിലും യൂട്ടിലൈസേഷൻ ഉണ്ടോ? വർക്ക് ഏരിയ പോലെ അല്ലേ? ഓക്കെ, ഒരു വർക്ക് ഫ്രം ഹോം വരുമ്പോ അതെ അറേഞ്ച് ചെയ്ത് ഒരു ചെറിയ വിൻഡോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മള് ഇപ്പൊ ബെഡ്റൂം യൂസ് ചെയ്യുന്ന ബെഡ്റൂമിൽ നിന്ന് ജോലിയുടെ കാര്യങ്ങളൊക്കെ മാറ്റി അതിന് വേണ്ടി അപ്പൊ നമുക്കൊരു ഓഫീസിൽ ഒരു ഫീലും തോന്നുകയാണ്. അതെ, അത് എനിക്കൊണ്ട് ഞാനിവിടെ ഏറ്റവും ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഉള്ള ആ ഒരു സ്പേസിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വർക്ക് സ്പേസ് ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇരുന്നാണ് ഇനി നിങ്ങളുടെ ബാക്കി വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബാക്കി ടേബിളും കാര്യങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്കിപ്പോ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഇപ്പൊ പുതിയ വീട്ടിൽ എങ്ങനെ ഉണ്ട്? ഒരു പോസിറ്റീവ് എനർജി ചില വീട്ടിൽ നമുക്കറിയാലോ, ചെന്ന് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല് തോന്നാറുണ്ട്. അങ്ങനെ ഒരു വീട് തന്നെയാണ് ഇവിടെ. തീർച്ചയായിട്ടും നല്ല ഏറ്റവും പ്രധാനം നല്ല വെട്ടവും വെളിച്ചമുള്ള വീട്ടില് താമസിക്കാൻ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ചെറിയൊരു നല്ലൊരു യുണീക്ക് പീസ് ആയിട്ടുള്ള ഒരു ഷാനൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ബാൽക്കണി ആണെങ്കിലും നല്ല ബ്രീസ് ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൗസ് വാമിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലം ഇവിടെയായിരുന്നു. അല്ല, ഇവിടെ വരുന്നുണ്ട്. അത് നല്ലൊരു ഐഡിയ കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്ത് ബോറടിക്കുമ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്നൊന്ന് റിലാക്സ് ഒക്കെ ചെയ്യാമല്ലോ. അത് മാത്രമല്ല ഇവിടെ നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. ഒരു കോഫിയൊക്കെ കുടിച്ച് ഇതും നമ്മൾ സൈഡിൽ ഇറങ്ങിയില്ലായിരുന്നു. അവിടെയും എവിടെ നിന്ന് നോക്കിയാലും വ്യൂസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കാം പീസ് ആ ഒരു എനിക്കൊന്ന് കുറച്ച് സിറ്റിന്നൊക്കെ മാറി അതുകൊണ്ട് വലിയ ശബ്ദവും നോയ്സ് പൊല്യൂഷൻ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഫ്രണ്ടില് കാർ പോർച്ച് എനിക്കൊന്ന് 2 കാർക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ. അതുപോലെ ഈ സ്റ്റെയറും ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ഡിസൈനിങ്ങിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സജഷൻ ആയിരുന്നു. ആൻഡ് ഈ ഒരു എനിക്കൊരു വീട് കൂടുതൽ മനോഹരമാക്കുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ ലൈറ്റും ഷാൻഡിൽസും ഒക്കെ തന്നെയാണ്. അത് വാം ലൈറ്റിന് ഒരു പ്രത്യേക ഭംഗിയും കൂടെ. അങ്ങനെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. എനിക്കൂടെ ഈ ഒരു വാൾ നിറച്ച് ഫില്ല് ചെയ്യാനുള്ള ഫോട്ടോ വാളായിട്ട് യെസ്, അതും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങളെ ഫാമിലി ഫോട്ടോസിൽ നല്ല നല്ല പ്രഷ്യസ് മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാന്ന് പറയുന്നത്. ഫോട്ടോ ബൂത്ത് ആയിട്ട് എടുക്കാവുന്ന ഒരു രീതിയല്ലേ? അതെ, കുറച്ചുകൂടെ ഭംഗി. യൂഷ്വൽ ഉള്ള എല്ലായിടത്തും യൂസ് ചെയ്തിങ്ങനെ വൈറ്റ് ചെയ്ത് മാറിയിട്ട് ഒരു സെപ്പറേറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട്